മതപരിവർത്തന ലോബിക്കെതിരെ കടുത്ത നടപടിയുമായി യോഗി സർക്കാർ. മതപരിവർത്തന ലോബിയുടെ തലവനായ ചാഗൂർ ബാബയുടെ വസ്തുവകകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ബൽറാംപൂരിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് തകർത്തത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ബൽറാംപൂരിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നു. അതായത് മതപരിവർത്തന ലോബിയുടെ തലവനായ ചാഗൂർ ബാബയുടെ വസ്തുവകകളാണ് ഇത്തരത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. ഈ ആസൂത്രിത മതപരിവർത്തനത്തിനെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശിൽ. ഒരു കാര്യം ഇതിൽ ചേർത്ത് പറയേണ്ടത്, ഈ ചാങ്ങൂർ ബാബ എന്ന് അയാളെ തന്നെ വിളിക്കുന്ന പേരാണ്. യഥാർത്ഥ പേര് ജലാലുദ്ദീൻ എന്നാണ് ഈ കൊടും ക്രിമിനലിൻ്റെ പേര്. ഇയാളുടെ യഥാർത്ഥ പണി പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുക എന്നുള്ളതാണ് ഈ ജലാലുദ്ദീൻ ചെയ്തു പോന്നിരുന്നത്. ചാങ്ങൂർ ബാബ എന്നത് ഇയാൾ സ്വയം സ്വീകരിച്ച പേരാണ്. ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇത് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അനധികൃത നിർമ്മിതി യോഗി സർക്കാർ ബുൾഡോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 40 തവണ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇയാൾ യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിദേശത്തു നിന്നുള്ള ധനസഹായം ഉപയോഗിച്ചാണ് ഈ യാത്രകൾ നടത്തിയതും ഒപ്പം തന്നെ ഈ ഹിന്ദു പെൺകുട്ടികളെ പ്രത്യേകം നോട്ടമിട്ട് മതപരിവർത്തനം നടത്തിയത് എന്ന കാര്യവും പറയുന്നുണ്ട്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ സംശയാസ്പദമായ പല ഇടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. മതപരിവർത്തനത്തിനായി വിദേശത്തു നിന്നും 100 കോടിയിലധികം രൂപ ഈ ജലാലുദ്ദീന് കിട്ടിയെന്നാണ് പറയുന്നത്. 19 ബാങ്ക് അക്കൗണ്ടുകളിലായാണ് 100 കോടിയിലധികം രൂപ വന്നതായി കണ്ടെത്തിയത്. സാധാരണ മതപരിവർത്തനത്തിന് ആളുകൾ സമ്മതിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലുമൊക്കെ വ്യാജ കേസുകൾ ചുമത്തി ഉപദ്രവിച്ചിരുന്നു എന്നും ATS കണ്ടെത്തിയിട്ടുണ്ട്. വ്യത്യസ്ത ജാതികളിലെ പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി കൊണ്ടുവരുന്നതിന് പല നിരക്കുകളാണുള്ളത്. ബ്രാഹ്മണർ, സർദാർ, ക്ഷത്രിയ പെൺകുട്ടികളെ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് എത്തിച്ചാൽ 15 മുതൽ 16 ലക്ഷം രൂപ വരെ നൽകുമായിരുന്നു. പിന്നാക്ക ജാതിയിലെ പെൺകുട്ടിക്ക് 10 മുതൽ 12 ലക്ഷം രൂപ വരെയും മറ്റ് ജാതിയിലെ പെൺകുട്ടികൾക്ക് 8 മുതൽ 10 ലക്ഷം രൂപ വരെയും ഇയാൾ നൽകി എന്നാണ് പറയുന്നത്. ഈ സംഭവമൊക്കെ നടക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് ഓർക്കണം. നമ്മൾ മറ്റ് വനവാസി മേഖലകളിലൊക്കെ തന്നെ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനെയും കടത്തിവെട്ടുന്ന രീതിയിലാണ് മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന്, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പണം ധാരാളമായി ഒഴുകുകയും 100 കോടി എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കണം എത്രത്തോളം പണം ഇയാൾ ചിലവാക്കിയിട്ടുണ്ടെന്ന്. ചാങ്ങൂർ ബാബ എന്നൊരു പേരും സ്വീകരിച്ച് കൊടും ക്രിമിനൽ ജലാലുദ്ദീൻ നടത്തിപ്പോന്നിരുന്നത് മതപരിവർത്തനം, ആസൂത്രിത മതപരിവർത്തനം ആയിരുന്നു. പാവപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുക, ഇനി മതപരിവർത്തനത്തിന് വിധേയരാകാത്തവരെ ഭീഷണിയിലൂടെയും കള്ളക്കേസിൽ കുടുക്കിയും മതപരിവർത്തനം നടത്തുക, അതാണ് അയാൾ ചെയ്തു പോന്നിരുന്നത്. യോഗി സർക്കാരിൻ്റെ ഇടപെടൽ, അയാളുടെ വീടിന് മുന്നിൽ നിലവിൽ ബുൾഡോസർ എത്തി. നാമാവശേഷമായി കഴിഞ്ഞു അയാൾ പ്രവർത്തിപ്പിച്ചിരുന്ന അനധികൃത കെട്ടിടവും മതപരിവർത്തന കേന്ദ്രവും. ശ്രീകാന്ത്, അതേപോലെ തന്നെ ഇത് വർഷങ്ങളായി നടത്തി വന്ന ഒരു സംവിധാനമായിരിക്കുമല്ലോ. ശ്രീകാന്ത് പറഞ്ഞ ലക്ഷങ്ങൾ വിദേശത്തു നിന്നും ഇത്തരത്തിലുള്ള ധനസഹായം അയാൾക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ വിദേശത്ത് നിന്ന് ധനസഹായം ലഭിച്ച ഇയാൾ പ്രവർത്തിച്ചു വന്നത്, വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന ഒരു കേന്ദ്രം തന്നെ ആവുമല്ലോ. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ആവുകയില്ലല്ലോ, ഇയാൾക്കൊരു സംഘം തന്നെ അവിടെ ഉണ്ടാകുമല്ലോ ശ്രീകാന്ത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇയാൾക്കൊപ്പം വലിയൊരു സംഘം ഈ വിവിധ രാജ്യങ്ങളിലേക്ക് ഫണ്ട് കളക്ഷന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ATS. ഓരോരുത്തരെയായി ഈ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് കിട്ടുന്നത്. ഇയാളുടെ അനധികൃത കേന്ദ്രം പൊളിച്ചു കളയണം എന്നുള്ളതും അത് മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്. നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടു, പോപ്പുലർ ഫ്രണ്ടൊക്കെ ഈ സത്യസരണി പോലെയും
ഗ്രീൻ വാലി പോലെയും അതോടൊപ്പം ആലുവയിൽ പെരിയാർ വാലി പോലെയും ഒക്കെ ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ കൊണ്ടിട്ട് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മതപരിവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ കാര്യത്തിന് സമാനമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ഭീകര സംഘടനകൾ ചെയ്യുന്ന അതേ രീതിയിലാണ് ഈ ജലാലുദ്ദീൻ, ചാങ്ങൂർ ബാബ എന്നൊക്കെ പേര് സ്വീകരിച്ച് ഈ കൊടും ക്രിമിനൽ ഈ പ്രവൃത്തി ചെയ്തു പോകുന്നത്. രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറുകയായിരുന്നു ഇയാൾ. കാരണം 19 അക്കൗണ്ടുകളിൽ ഈ 100 കോടി രൂപ, പല ആളുകളുടെ പേരിലെടുത്ത അക്കൗണ്ടുകളിൽ 100 കോടി രൂപ വരിക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണാനാകില്ല. അത് ATS തകർത്തിരിക്കുന്നു. അവരാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്, UP ATS. തൊട്ടു പിന്നാലെ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ ഈ ജലാലുദ്ദീൻ്റെ വീടിന് മുന്നിലെത്തി. വളരെ വ്യക്തമാണ്. കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകിയ, ഉത്തർപ്രദേശിൽ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയെ, അതായത് ചാഗൂർ ബാബയുടെ വസ്തുവകകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഇടിച്ചു നിരത്തിയത്. അയാൾക്കെതിരെയുള്ള നടപടികളും ശക്തമാക്കുന്നു. അന്വേഷണവും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും S. ശ്രീകാന്ത്.